നമ്മള് മാക്സിമം നോക്കുകയാണ്. കഴിച്ച് ഈ സ്പോട്ടിൽ മുകളിൽ കയറി നിൽക്കുകയാണ്. ആ ഹിറ്റാച്ചി ഏരിയയുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. റോഡിലല്ല, ഈ മുകളിൽ കയറി ലാൻഡ് സൈഡ് കടന്ന് അതിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവിടെ ഈ നമ്മൾ എന്തെങ്കിലും ഒരു ട്രക്കിന് ചാൻസ് ഉണ്ടോ മുകളിൽ നിന്ന് തന്നെ വീക്ഷിക്കുകയാണ്. NDRF ആളുണ്ട്. ട്രക്ക് വെള്ളത്തിലൊന്നും പോയിട്ടില്ല, അത് ഉറപ്പാണല്ലോ. ശ്രീ രഞ്ജിത്ത് ഇസ്രയേൽ, താങ്കൾ എന്തെങ്കിലും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണം എങ്ങനെയാണ് അവിടത്തെ? ഇതുവരെയായിട്ടും ഡെബ്രിസ് മൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡെബ്രിസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തും ബാക്കി ഈ പാർക്കിംഗ് ഏരിയ, ആ പാർക്കിംഗ് ഏരിയ പൂർണ്ണമായിട്ട് മണ്ണ് നീക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഹെവി ഈ മണ്ണ് നീക്കി കഴിയുമ്പോഴത്തേക്ക് വലിയ ഹെവി ബോൾഡറിന് അത്രയും വലിയ പാറക്കല്ലുകൾ കിടപ്പുണ്ട്. ഈ പാറക്കല്ലുകൾ അല്പം തടസ്സപ്പെടുന്നുണ്ട് നമ്മുടെ വർക്കിന്. അപ്പൊ ഈ മണ്ണ് മാത്രമല്ല, മണ്ണ് മാറ്റിയപ്പോഴത്തേക്ക് പാറക്കല്ലുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ലോറി അവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്? ഈ ട്രക്ക് ഉണ്ടെന്ന് കൺഫേം ആണ്. കാര്യം ഒന്നാമത്തെ കാര്യം കേട്ടാൽ നമ്മളിപ്പം ഇപ്പൊ നേരത്തെ കുറച്ച് മുമ്പ് ബോട്ട് എടുത്ത് പോയിരുന്നു. എന്തോ ഒരു മറ്റൊരു ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ ഞാനും NDRFന്റെ ഇപ്പോഴത്തെ CEO ആയിട്ട് പോയി കമാൻഡ് ചെയ്യുന്ന ആ ബോട്ട് എടുത്തിട്ട് ആ സ്ഥലങ്ങൾ റൗണ്ട് ചെയ്ത് നോക്കി. ഇപ്പൊ ഒരു തടിയാണ്, ഒരു തടി മാത്രമേ ഉള്ളൂ. ഒരു നേവിയുടെ ടീമും സോണാർ വെച്ച് ഈ വാട്ടറിലെല്ലാം 2 ബോട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും പരിശോധിക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഫോണിങ് ഇത്ര ദിവസം റിങ് ചെയ്യത്തില്ലായിരുന്നു. മാത്രമല്ല ഈ വെഹിക്കിള് അവർ പൊങ്ങി വന്നേനെ, ഐഡന്റിഫൈ ചെയ്തേനെ, സർഫസ് ലെവൽ വന്നേനെ 5 ദിവസം 6 ദിവസം കഴിയുന്നു. ഇത് ഇപ്പോഴും വിശ്വസിക്കുന്നു. അർജുന കുടുംബം മൈഡി പറഞ്ഞതിനാണല്ലോ, ഇന്ത്യൻ ആർമി അവരെ സഹായപ്പെടുത്തി അത് തന്നെയാണല്ലോ ഈ മണ്ണ് മൂവ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണല്ലോ. മറ്റൊരു സമൂഹ മാധ്യമത്തിൽ പറയുന്നത് രഞ്ജിത്തിന് അവിടെ ഒരു പൂർണ്ണ പിന്തുണ കിട്ടുന്നില്ല എന്നൊരു വാർത്തകൾ പുറത്തുണ്ട്. സത്യമാണോ അത്? എനിക്ക് പൂർണ്ണ പിന്തുണ ഇതുവരെയായിട്ടും കിട്ടും. ഞാൻ ഉള്ള വെച്ച് പൂർണ്ണ പിന്തുണ വെച്ച് നമ്മൾ NDRF ഫുൾ സപ്പോർട്ടാണ്. NDRF സാർ ഫുള്ള് നിൽക്കുകയാണ് കൂടെ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് വേറെ അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പം ഇടയ്ക്ക് ഇപ്പം പണി നിർത്തി. ഇപ്പം നമുക്ക് നേരത്തെ വിട്ട് തന്ന ഒരു 3-4 ഇതുണ്ടായിരുന്നു, റീചാർജസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമായിട്ട് വലിച്ചതാണ്, അവർ തിരിച്ച് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വിട്ട് പെയ്യുന്ന മഴയുണ്ട് ചെല്ലാകുമ്പോഴത്തേക്ക് ഈ സപ്പോർട്ടിന്റെ കാര്യം ഇപ്പം ചിലവർ ഇന്റർഫിയർ ചെയ്യും ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ ഇതിനകത്ത് തന്നെയാണ് ഈ ട്രക്ക് കിടക്കുന്നത്, ബാക്കി ഒരു ചാൻസും ഇല്ല. ഇന്ന് തന്നെ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമോ രഞ്ജിത്ത്? നമ്മൾ മാക്സിമം നോക്കുകയാണ്. കഴിച്ച് ഈ സ്പോട്ടിൽ മുകളിൽ കയറി നിൽക്കുകയാണ്. ആ ഹിറ്റാച്ചി ഏരിയ മുകളിൽ തന്നെ നിൽക്കുകയാണ്. റോഡിലല്ല, ഈ മുകളിൽ കയറി ലാൻഡ് സൈഡ് കടന്ന് അതിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ട്രക്കിന് ചാൻസ് ഉണ്ടോ മുകളിൽ നിന്ന് തന്നെ വീക്ഷിക്കുകയാണ്. NDRF ആളുണ്ട്. ട്രക്ക് വെള്ളത്തിലൊന്നും പോയിട്ടില്ല, അത് ഉറപ്പാണല്ലോ. ട്രക്കിന് വെള്ളത്തിൽ പോയിട്ടില്ല. എനിക്ക് ഒരിക്കലും മൊബൈൽ റിങ് ചെയ്യത്തില്ല. ട്രക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ പാർക്കിംഗ് ഏരിയ കിടന്നാണ് പെട്ടെന്നുള്ള ഇതിലെ കിടക്കത്തുള്ളൂ. കാരണം ഫസ്റ്റ് ആ ഒരു ലാൻഡ് സൈഡിലേക്ക് വന്ന് ആ പാറക്കല്ലുകളും മണ്ണും വീണ് അതിനുശേഷം തെന്നി മാറിയുള്ള മണ്ണുകളാണ് ആ പുഴയിലൊക്കെ പോയിരിക്കുന്നത്. അത് ഇങ്ങോട്ട് പോകുന്നത് ഇടത്ത് സൈഡ് ഇങ്ങോട്ട് ചേർന്ന് പാർക്ക് ചെയ്ത ട്രക്കായിരുന്നു. മറ്റേ ആ ടാങ്കർ ലോറിക്കെന്ന് പറഞ്ഞാൽ ആ നദിയോട് ചേർന്ന സ്ഥലത്ത് അങ്ങോട്ട് പൊക്കിക്കൊണ്ട് ടാങ്കർ ലോറിയാണ്. അതാണ് അതൊക്കെ വെള്ളത്തിലേക്ക് പോയത്. ഇത് മൊബൈൽ ഒരിക്കലും റിങ് ചെയ്യത്തില്ല. മൊബൈൽ ഇപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ വിക്ടിമിന്റെ അളിയൻ തന്നെ ഇവിടെ, അർജുന്റെ അളിയൻ തന്നെ ഉണ്ട്. പുള്ളി തന്നെ പറഞ്ഞു ഇത്ര ദിവസം മൊബൈൽ റിങ് ചെയ്തു. ഒരിക്കലും വെള്ളത്തിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണം അതിനിപ്പോ അത്രയും തെന്നി മാറുമ്പോഴത്തേക്ക് അതിന്റെ കണ്ണാടി എല്ലാം പോകും. അത്രയും വലിയ കണ്ണാടി എല്ലാം തന്നെ മാറിപ്പോകും. ഇപ്പോഴും വിശ്വസിക്കും, തീർച്ചയായിട്ടും എപ്പോഴും വിശ്വസിക്കുന്നു. ഈ മണി ഇതിനകത്തൊരു നല്ലൊരു സെർച്ച് ഇല്ലെങ്കിൽ ക്ലിയർ പിക്ചർ മൊത്തം നിറച്ചാൽ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിന്റെ അകത്തുള്ളത്. ബാക്കിയുള്ള NDRFും സജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് തന്നെയാണ്. താങ്ക് യു രഞ്ജിത്ത്.